സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ഇവർക്കുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പുതിയ സർക്കാർ വന്നതോടുകൂടി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങൾ ഇപ്പോൾ അങ്ങും ഇങ്ങുമായി പറന്നു നടക്കുന്നുണ്ട്. എന്താണ് ഈ പ്രധാനപ്പെട്ട സംശയങ്ങൾ എന്ന് പറയുന്നത്? ക്ഷേമ പെൻഷന്റെ ഇപ്പോഴത്തെ ഗുണഭോക്താക്കൾക്ക് അത് തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കുമോ? ഭാവിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള പുതിയ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വരുമാനത്തിന്റെ ലിമിറ്റ് വർദ്ധിപ്പിക്കുമോ? അതുമാത്രമല്ല, എലിജിബിലിറ്റി വെരിഫിക്കേഷൻ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുമോ? പെൻഷൻ എമൗണ്ട് വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇങ്ങനെ ധാരാളം സംശയങ്ങൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ യോഗ്യതാ മാനദണ്ഡങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സ്കീമിലും യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. ഒന്നാമത്തെ എലിജിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ആനുവൽ ഇൻകം അല്ലെങ്കിൽ പ്രതിവർഷ വരുമാനമാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ 1 ലക്ഷം രൂപയോ അതിൽ കുറവോ ആയിരിക്കണം ഒരു കുടുംബത്തിന്റെ പ്രതിവർഷ വരുമാനം. പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ പ്രതിവർഷ വരുമാനത്തിന്റെ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത് എന്ന്. ക്ഷേമ പെൻഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വൾണറബിൾ ആയിട്ടുള്ള, അതായത് ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് വയസ്സായ ആളുകൾക്കൊക്കെ ഒരു സഹായം ലഭ്യമാകുക എന്നതാണ്. സോ ഈ ഒരു ഇൻകം സീലിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു വരുമാനത്തിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, പല ആളുകളും ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു എമൗണ്ട് ഒന്നുമല്ല. കാരണം അതായത് ഇപ്പോഴത്തെ ഒരു ലിവിംഗ് കണ്ടീഷൻ, ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിംഗ്, ഇതെല്ലാം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 1 ലക്ഷം രൂപ വരുമാനം സീലിംഗ് ആക്കി വെച്ചാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നൊരു സംശയവും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പല സംഘടനകളും ഇപ്പോൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലിമിറ്റേഷൻ, ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രതിവർഷ വരുമാന ലിമിറ്റേഷൻ ഒന്ന് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. സമീപ ഭാവിയിൽ തന്നെ ഈ ഒരു ക്രൈറ്റീരിയ പുനഃപരിശോധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇപ്പോഴുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷനായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾ സാമ്പത്തികമായിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് സ്വതന്ത്രമായിട്ട് അവരുടെ ചെലവുകൾ കഴിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ ഇല്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥ ഉള്ള ആൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക. സോ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത ആളുകൾക്കാണ് പ്രയോറിറ്റി. സോ പെൻഷൻ ബെനിഫിറ്റ് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു നാട്ടിലെ ലോക്കൽ ഗവൺമെന്റ്, അതായത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എവിടെയുള്ള ആളാണോ ക്ഷേമ പെൻഷനായിട്ട് അപേക്ഷിക്കുന്നത്, ആ ഒരു അപേക്ഷകൻ ജീവിക്കുന്ന സ്ഥലത്തുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണവും കാര്യവും നടത്തി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ക്ഷേമ പെൻഷൻ നൽകുകയുള്ളൂ. മൂന്നാമത്തെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സർവീസ് പെൻഷൻ ഓൾറെഡി വാങ്ങിക്കുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷന് യോഗ്യതയില്ല എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റ് സെക്ടറിലോ പബ്ലിക് സെക്ടറിലോ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് ഓൾറെഡി പെൻഷൻ വാങ്ങിക്കുന്ന ഒരാൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ക്ഷേമ പെൻഷന് അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല. ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഓൾറെഡി പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി ഒരു സാമ്പത്തികമായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ട്. സോ ക്ഷേമ പെൻഷൻ ആവശ്യമില്ല. കുറച്ചുകൂടെ എലിജിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ള ആളുകൾക്കായിരിക്കണം കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട എലിജിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷന് അപേക്ഷിക്കുന്ന ആൾ കംപ്ലീറ്റ്ലി മറ്റൊരാളുടെ ചിലവിലാണ് ജീവിക്കുന്നത് എന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ കൂടിയാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, പെൻഷന് അപേക്ഷിക്കുന്ന ആളുടെ മക്കൾ വിദേശത്ത് ജീവിക്കുന്നുണ്ട്, പക്ഷേ അവർ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ പോലുള്ള സാഹചര്യങ്ങൾ ഈ ക്ഷേമ പെൻഷന്റെ എലിജിബിലിറ്റി മാർക്ക് ചെയ്യുന്ന സമയത്തുള്ള ചില കൺഫ്യൂഷൻസ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷന് യോഗ്യതയില്ല. നമുക്കറിയാം, ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾക്ക് ഒരു സെർട്ടൈൻ ലെവൽ ഓഫ് ഇൻകം ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ഒരു നിശ്ചിത വരുമാനത്തിന് മുകളിലുള്ള ആളുകൾക്കാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത്. സോ അവർക്ക് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷന് ആവശ്യമുണ്ടാകില്ല. ഇനി ആവശ്യമുണ്ട് എന്നാണെങ്കിൽ തന്നെ ഒരു തരത്തിലും അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം സർക്കാർ ഇവിടെ നൽകുന്നില്ല. അതായത് ഫിനാൻഷ്യലി വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കണം ക്ഷേമ പെൻഷന്റെ ബെനിഫിറ്റ് എത്തേണ്ടത് എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഓൾറെഡി ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷന് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല.
പക്ഷേ എന്നാലും ചെറിയ എക്സെപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ, ഡിസബിലിറ്റി ഉള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ അത്തരത്തിലുള്ള ചില ഒഴിവുകളൊക്കെ ഇവിടെ ഉണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് യാതൊരു തരത്തിലും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്തിരിക്കണം. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ അത്രയും കാലം സമ്പാദിച്ച മൊത്തം പണവും ആശുപത്രി ചെലവിലേക്ക് മറ്റും പോകും. ഈ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പോളിസി ബസാറിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ വെറും 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. കൂടാതെ കോടികളുടെ കവറേജും രണ്ടിലും ലഭ്യമാണ്. ടേം ഇൻഷുറൻസിൽ നിങ്ങൾക്ക് 51ലധികം ഇൻഷുറൻസ് പാർട്ണർമാരിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം. മാത്രമല്ല 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. മാത്രമല്ല 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പ് നൽകുന്നു. കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മാനേജറുടെ അസിസ്റ്റൻസും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ബാക്ക് ടു ടോപ്പിക്. ഒരാൾക്ക് വെൽഫെയർ പെൻഷനും അതായത് ഈ ക്ഷേമ പെൻഷനും EPF-ഉം ഒരേ സമയത്ത് വാങ്ങാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സർക്കംസ്റ്റാൻസസുകളിൽ സർക്കാർ ഇത് അനുവദിക്കുന്നുണ്ട്. സോ ഫൈനൽ ഡിസിഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുന്നുണ്ട്. 2 ഏക്കറോ അതിന് മുകളിലോ സ്ഥലം ഉള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷന് അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല. എന്നിരുന്നാലും ST കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ചില ഇളവുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ചില എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഭൂമിയുണ്ട് എന്ന് കരുതി അവർ സാമ്പത്തികമായിട്ട് നല്ല കണ്ടീഷനിലാണ് എന്ന് നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പല ആളുകൾക്കും ഭൂമിയുണ്ട്, പക്ഷേ ആ ഭൂമിയിൽ നിന്ന് ആവശ്യമായ വരുമാനമോ അവർക്ക് ജീവിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത്. ഭാവിയിൽ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റും അതിന്റെ കൂടെ ഉൾപ്പെടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭിക്ഷാടനം തൊഴിലാക്കിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഭിക്ഷാടനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്കും ക്ഷേമ പെൻഷന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു കണ്ടീഷനിലേക്ക് വരാം. അത് വാഹനത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് എങ്ങനെ ക്ഷേമ പെൻഷന് അപ്ലൈ ചെയ്യാം, അവർക്ക് യോഗ്യത ഉണ്ടോ എന്നതിനെ പറ്റി ധാരാളം ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിയമപ്രകാരം ചില 4 ചക്ര വാഹനങ്ങൾ ഉള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ്. പല ആളുകളും ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് വാല്യൂവും അതുപോലെ തന്നെ വാഹനത്തിന്റെ പഴക്കവും കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ക്ഷേമ പെൻഷൻ അപ്ലൈ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പ്രായമുള്ള ആളാണല്ലോ. സോ ഈ ഒരു പ്രായമുള്ള ആൾ അദ്ദേഹം പണ്ട് കാലത്ത് 10-30 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വാഹനം വാങ്ങി. അന്ന് വാങ്ങിയ ഒരു വാഹനം ഇപ്പോഴും അദ്ദേഹം ഓടിക്കുന്നു എന്ന് കരുതി അദ്ദേഹത്തിന് പെൻഷന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നത് അത്ര ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള ഒരു വാഗ്വാദവും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് എഴുതാൻ മറക്കണ്ട. അതുപോലെ തന്നെ അതായത് ഓൾഡ് ഏജ് ഹോം, അത്തരത്തിലുള്ള കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടല്ലോ, ഇവിടേക്ക് താമസിക്കുന്ന ആളുകൾക്കും ക്ഷേമ പെൻഷന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവരുടെ മെയിൻ്റെനൻസും കാര്യങ്ങളും ഒക്കെ കെയർ ഒക്കെ ഓൾറെഡി ഈ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി അവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എഗെയിൻ ഒരു ക്ഷേമ പെൻഷൻ ലഭിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് സർക്കാർ ചിന്തിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും ക്ഷേമ പെൻഷൻ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല. സംസ്ഥാന സർക്കാരിന് ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പക്ഷേ പല ഓർഗനൈസേഷനുകളും ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വയസ്സിന്റെ കാര്യത്തിലും ചെറിയ കോംപ്രമൈസ് ഒക്കെ നടത്തണം. കാരണം ധാരാളം ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ പരിഗണിക്കുന്ന സമയത്ത് 60 വയസ്സ് ആവാത്തത് കൊണ്ട് മാത്രം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല. പക്ഷെ അവർക്ക് ജോലി ചെയ്യാനോ അവർക്ക് ബാധിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് വയസ്സിന്റെ കാരണം കൊണ്ട് മാത്രം പെൻഷൻ ലഭിക്കാതിരിക്കുന്നത് അത്ര ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പല സംഘടനകളും ഇപ്പോൾ വാദിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കിക്കാണാം. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ഇതിന്റെ ബെനിഫിഷ്യറീസിന്റെ യോഗ്യത മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ലോക്കൽ ബോഡി ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷേമ പെൻഷന് യോഗ്യത ഇല്ലാത്ത, ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഗവൺമെന്റിന് കിട്ടിയത് കൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില വെരിഫിക്കേഷൻ പ്രോസസ്സുകളും ഒക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്.
നടത്തിയിട്ടുണ്ട്. അതോറിറ്റീസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വരുമാനവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെ പെൻഷൻ ലഭിക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളൊരു ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഗ്യാങ്ങിലൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ധാരാളം ചെക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും വളരെ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അർഹരായവർക്ക് മാത്രം, അതായത് ക്ഷേമ പെൻഷൻ റിയലി ആവശ്യമുള്ള ആളുകൾക്ക് എത്തിക്കുക, അവരെ കൃത്യമായിട്ട് അവരെ സഹായിക്കുക എന്നതാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2500 നിന്നും 3000 രൂപ ആക്കണം എന്നുള്ളത് പല ആളുകളും ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ സർക്കാരും ഇലക്ഷന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം പറഞ്ഞതായിരുന്നു. അതുമാത്രമല്ല, ചില വെൽഫെയർ ഓർഗനൈസേഷൻസ് സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ പെൻഷൻ തുക ഉയർത്തണം, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് പ്രത്യേക പരിഗണന നൽകണം, തനിച്ച് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസ് നൽകണം, ഗാർഹിക അടിസ്ഥാനത്തിൽ മെഡിക്കൽ സർവീസസ് നടത്തണം, പ്രതിമാസ മെഡിസിൻ അസിസ്റ്റൻസ് പ്രോഗ്രാം നടത്തണം. ഇങ്ങനെ ധാരാളം സജഷൻസ് ധാരാളം വെൽഫെയർ ഓർഗനൈസേഷൻസും ഇപ്പോൾ സർക്കാരിനോട് നടത്തിയിരിക്കുകയാണ്. സോ ആളുകൾ പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെൽഫെയർ പെൻഷൻ ഉയർത്തും. അതുമാത്രമല്ല, ഭാവിയിൽ അഡീഷണൽ വെൽഫെയർ ബെനിഫിറ്റുകളും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളും മറ്റ് സാമൂഹിക സംഘടനകളും പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.